Okay then, dear students. So, where did we stop in page number 18? Isn't it? He and his. He and his. അല്ലേ? So, വായിച്ചു ഒന്നും കൂടെ. Who is he? Who is he? He is my friend. He lives near my house. Then, his name is Jagan. His mother is a doctor. Okay. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ലക്ഷ്മി അഭിലാഷ് മോളെ, can you hear me? ലക്ഷ്മി അഭിലാഷ്. Okay. She is facing range problem, I think. Okay. So we have written the notes up to page number 17. അല്ലേ? അല്ലേ? Yes or no? Give me the thumb. We have written the notes up to page number 17, isn't it? We haven't written 18. Okay. So, first itself, let me give you the homework. Otherwise, no need. We'll take page number 19 too. 19 എടുത്തതിന് ശേഷം homework തരാം. Okay? We'll take page number 19. Just look at page number 19. We use she to talk about a girl or a woman. അപ്പോൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞു we use he in order to speak about a boy or a man. അല്ലേ? നമ്മളൊരു ആൺകുട്ടിയെ കുറിച്ചോ പുരുഷനെ കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോൾ we use he. But when we speak about a girl or a woman, she ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പെൺകുട്ടിയെ കുറിച്ചോ ഒരു സ്ത്രീയെ കുറിച്ചോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ she ഉപയോഗിക്കും. ഓക്കെ. she is ശ്രീഷ്ണ കെ നമ്പ്യാർ. ഓക്കെ. അല്ലെങ്കിൽ she is സംന ഫാത്തിമ. she is പാർവണ. she is അഭിരാമി സജിദ്. അങ്ങനെ നമ്മൾ പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോൾ we use she. Okay? But in the case of boys, when we speak about boys, we use he. അല്ലേ? He is Ishan. He is Aromal. So, നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായോ? When we speak about boys, we use he. And when we speak about girls, we use she. അല്ലേ? She is Samajna. She is my friend. Okay? അങ്ങനെ നമുക്ക് ഗേൾസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ we use she. Okay. Okay. അതുപോലെ നമ്മൾ പറഞ്ഞു she is my mother, she is a doctor. നമുക്ക് അങ്ങനെ പറഞ്ഞു അല്ലേ? ഇനി നമുക്കറിയാം he is my father, he is a doctor. അപ്പോൾ ഫാദറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ we use he. He is my father, he is a doctor. She is my mother, she is a teacher. Okay? അപ്പോൾ when we speak about girls, we use she. When we speak about boys, we use he. Okay? When we speak about girls, we use she. When we talk about boys, we use he. അപ്പോൾ ഹീയും ഷീയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഹി എന്ന് പറയുമ്പോൾ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഓക്കെ? അത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? Did you understand that? He and she. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? പറയ്. മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്നുള്ള തമ്പ് താമസിന്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുക. മനസ്സിലായെങ്കിൽ ഇങ്ങനെ കാണിക്കണം, മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് കാണിക്കണം. ഓക്കെ? ധൈര്യമായിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കൊന്നും വേണ്ട. നമ്മളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം. വേറെ ആരും കാണുന്നില്ല.
ഓക്കെ, അപ്പോ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. മിസ് എന്നാ പ്രഭാതത്തുള്ളവരെ നോക്കട്ടെ. ഓക്കെ, മക്കൾക്കെല്ലാം മനസ്സിലായി അല്ലേ? യെസ്. ഓക്കെ, സോ എന്ന് നോക്കിയേ, ഹി ആൻഡ് ഹർ, ഷീ ഹർ. നമ്മൾ ഹി ഹിസ് എന്ന് പഠിച്ചു. അതുപോലെ ഷീ ഹർ, അവളുടെ. ഹിസ് എന്ന് പറയുമ്പോൾ അവന്റെ, ഹിസ് ഫാദർ അല്ലെ, അവന്റെ ഫാദർ എന്ന് പറയും. അപ്പൊ അതുപോലെ നമുക്ക് അവളുടെ ഫാദർ എന്ന് പറയുമ്പോൾ ഹർ ഫാദർ, ഹർ, HER, ഹർ എന്ന് പറയുമ്പോൾ അവളുടെ. ഹർ ബുക്ക്, ദിസ് ഈസ് ഹർ പെൻസിൽ. നമ്മൾ പറഞ്ഞു ബോയ്സിനാണെങ്കിൽ ദിസ് ഈസ് ഹിസ് പെൻസിൽ എന്ന് പറയും. ഫോർ ഗേൾസ് വി സേ ദിസ് ഈസ് ഹർ പെൻസിൽ. ഓക്കെ, ഫോർ ബോയ്സ് ഹി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഓക്കെ, അലോൺ ജോസഫിനെ കുറിച്ച് ഞാൻ പറയാം. ഹി ഈസ് അലോൺ ജോസഫ്, ഹി ഈസ് മൈ ഫ്രണ്ട്. എന്നിട്ടോ പിന്നെ ഞാനൊരു ബുക്ക് കാണിച്ചിട്ട് പറയാണ്, ദിസ് ഈസ് ഹിസ് ബുക്ക്. അപ്പോ ഹിസ് എന്നത് ഞാനിവിടെ അലോൺ ജോസഫിന് പറയുന്നതിന് യൂസ് ചെയ്തതാണ് അല്ലേ? ദിസ് ഈസ് ഹിസ് ബുക്ക്. അപ്പൊ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വേറെ ആരെയാ, നമ്മുടെ ജിയോണനെ കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ ഞാൻ പറയും, ഷീ ഈസ് ജിയോണ, ഷീ ഈസ് മൈ ഫ്രണ്ട്, ദിസ് ഈസ് ഹർ ബുക്ക്. മനസ്സിലായോ? ദിസ് ഈസ് ഹർ ബുക്ക്. ബോയ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ മിസ് പറഞ്ഞു ദിസ് ഈസ് ഹിസ് ബുക്ക് അല്ലെ? ഗേൾസിനെ കുറിച്ച് പറഞ്ഞപ്പോ ദിസ് ഈസ് ഹർ ബുക്ക്. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? ഓക്കെ, യെസ്. ഇപ്പോ മിസ് ആരോമലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം മിസ് പറഞ്ഞു ദിസ് ഈസ് ആരോമൽ. ഓക്കെ, ഞാൻ പറഞ്ഞു ദിസ് ഈസ് ആരോമൽ. പിന്നെ പറയുന്നത് ഹി ഈസ് മൈ ഫ്രണ്ട്. അപ്പൊ അവിടെ ഹി ആരെയാണ് ഉദ്ദേശിക്കുന്നത് മിസ്? ആരോമലിനെ തന്നെയാണ് അവിടെ ഹി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആദ്യം മിസ് പറഞ്ഞു ദിസ് ഈസ് ആരോമൽ, പിന്നെ പറയാണ് ഹി ഈസ് മൈ ഫ്രണ്ട്. അപ്പൊ ആരാണ്? ആരോമലിനെ ഞാൻ പറയുന്നത്, അവൻ എന്റെ ഫ്രണ്ട് ആണ്, ഹി ഈസ് മൈ ഫ്രണ്ട്. പിന്നെയോ ഹി ലിവ്സ് നിയർ മൈ ഹൗസ്, അവൻ താമസിക്കുന്നത് എന്റെ വീടിനടുത്താന്ന് പറഞ്ഞു അല്ലെ? പിന്നെ പറയാണ് ദിസ് ഈസ് ഹിസ് ബൈക്ക്. ഒരു ബാഗ് ഞാൻ കാണിച്ചിട്ട് പറയാണ് ദിസ് ഈസ് ഹിസ് ബാഗ്. ഉണ്ടോ? ഞാൻ ആദ്യം അവനെ കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെ ഹി യൂസ് ചെയ്തു, അവന്റെ ഏതെങ്കിലും ഒരു വസ്തുക്കളെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ഹിസ് യൂസ് ചെയ്തു. മനസ്സിലായോ? ഞാൻ ആരോമലിനെ കുറിച്ച് സംസാരിച്ചപ്പോഴൊക്കെ ഹി എന്ന് പറഞ്ഞു. ദിസ് ഈസ് ഹി ഈസ് മൈ ഫ്രണ്ട്, ഹി ലിവ്സ് നിയർ മൈ ഹൗസ്, ഹി ലൈക്സ് ടു ഈറ്റ് വെജിറ്റബിൾസ്. അങ്ങനെ ഞാൻ അവനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഹി ഉപയോഗിച്ച് പറഞ്ഞു. പിന്നെ അവന്റെ കയ്യിലുള്ള സാധനങ്ങളെ, ഓക്കെ, അവന്റെ കയ്യിൽ ഒരു ബുക്ക് കണ്ടിട്ട് ഞാൻ പറയാം ദിസ് ഈസ് ഓക്കെ ഹിസ് ബുക്ക്, ദിസ് ഈസ് ഹിസ് ഹൗസ്, ദിസ് ഈസ് ഹിസ് മദർ, ദിസ് ഈസ് ഹിസ് പെൻസിൽ. അപ്പോൾ അവനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഹീയും യൂസ് ചെയ്തു, അവന്റെ വസ്തുക്കളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഹിസ് യൂസ് ചെയ്തു. Okay, same way when I speak about a girl, for example, our Lakshmi, Lakshmi Abhilash. Miss is talking about Lakshmi Abhilash. Then Miss parayana, okay, this is Lakshmi Abhilash. She is my friend. Okay, she lives near my house. She speaks English. പിന്നെയോ ഞാൻ അവളുടെ ബുക്ക് കണ്ടിട്ട് പറയാണ് ദിസ് ഈസ് ഹർ ബുക്ക്, ദിസ് ഈസ് ഹർ ഹൗസ്, ദിസ് ഈസ് ഹർ ഫാദർ, ദിസ് ഈസ് ഹർ മദർ. ഇപ്പൊ മനസ്സിലായോ? ഞാൻ അവളെ ലക്ഷ്മി അഭിലാഷിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഷീ യൂസ് ചെയ്തു, അവളുടെ കയ്യിലുള്ള സാധനങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ ഹർ യൂസ് ചെയ്തു, അവളുടെ. മക്കൾക്ക് മനസ്സിലായോ ഇപ്പൊ? അത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതോ ഇത് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടോ? തമ്പ് തന്നെ മിസ്സിന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ
അപ്പൊ നമ്മള് ഗേൾസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് ഏതാണ്? ഷീ അല്ലെ? നമ്മൾ ഷീ യൂസ് ചെയ്യും. അവൾ, ഷീ. പറഞ്ഞേ, നമ്മള് ഗേൾസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വി യൂസ് ഷീ. നമ്മൾ ഷീ ഉപയോഗിക്കും. ഓക്കെ. അപ്പോ ഈ ഗേൾസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിലെ ബുക്സിനെ കുറിച്ചോ അല്ലെ അവരുടെ സ്വന്തം ഏതെങ്കിലും വസ്തുക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഹെർ യൂസ് ചെയ്യും. ഹെർ ബുക്ക്. മനസ്സിലായോ? ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഷീ യൂസ് ചെയ്യും. ആ വ്യക്തിയുടെ കയ്യിലുള്ള ഏതെങ്കിലും വസ്തുക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഹെർ യൂസ് ചെയ്യും. ഹെർ ബുക്ക്, ഹെർ പെൻസിൽ എന്നൊക്കെ യൂസ് ചെയ്യും. ജസൽബിനു എന്താണ് അവിടെ? ശ്രദ്ധിക്കുന്നില്ലേ ക്ലാസ്സിൽ? ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തേ ഒന്ന്. അവിടെ ഇരുന്ന് കുറുമ്പ് കാണിക്കുന്നുണ്ടെന്ന് തോന്നല്ലോ. അമ്മയുടെ ഭാവത്തുണ്ട. ശ്രദ്ധിക്കുന്നില്ല മിസ്സേ. ഞാൻ അങ്ങോട്ട് വരണോ ജസലേ? വരണം വരണം മിസ് വരാട്ടോ. നല്ല മോനാ കൊച്ചു, നല്ല മോനാ. നമുക്ക് അമ്മേനെ ഓടിച്ചു വിടാം അവിടുന്ന് കേട്ടോ. അമ്മ ഇരിക്കുന്നോണ്ടാ. കൊച്ചു പേടിക്കണ്ട കേട്ടോ, നമുക്ക് അമ്മേനെ ഓടിക്കാം. ഓക്കെ, കുഞ്ഞു കരയണ്ട. കൊച്ചു നല്ല കൊച്ചായിരുന്നു. ഈ അമ്മ കാരണം ഇപ്പൊ കൊച്ചു കരയുവാ കണ്ടോ. ഓക്കെ, നോ പ്രോബ്ലം ജസൽവിനു, കുഴപ്പമില്ല. കൊച്ചു നല്ല കൊച്ചാ. കൊച്ചു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നല്ല മിടുക്കനായിട്ട് ഇരുന്നത് മിസ്സിനറിയാം. ഓക്കെ, ശ്രദ്ധിച്ചേ. നല്ല മോനായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചേ. നമുക്ക് നല്ല മക്കളാവണ്ടേ. ഓക്കെ, യെസ്, ഗുഡ് ബോയ്. ദെൻ അപ്പൊ എന്താ മിസ് എന്ന് പറഞ്ഞോണ്ടിരുന്നേ? അബൌട്ട് നമ്മള് ഗേൾസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഷീ യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ബോയ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഹി യൂസ് ചെയ്യും അല്ലേ? അപ്പൊ ബോയ്സിന്റെ കയ്യില് ഇപ്പോ ബോയ്സിന്റെ കയ്യിലിരിക്കുന്ന ബോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ജസൽ ബിനുവിന്റെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ദിസ് ഈസ് ഹിസ് ബോൾ അല്ലേ? അവന്റെ ബോൾ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഹിസ് ബോൾ അല്ലേ? ദിസ് ഈസ് ജസൽ ബിനു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയാണ്, മിസ് പറയാണ്, ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ജസൽ ബിനുവാ. ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എന്നിട്ട് പറയാണ്, ദിസ് ഈസ് ഹിസ് ഹൗസ്. യെസ്, ഹി ഹാസ് എ സ്ലേറ്റ് വിത്ത് ഹിം. കണ്ടോ? ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ ബോയ്സിനെ കുറിച്ച് പറയുമ്പോൾ ഹിയും ഹിസ് യൂസ് ചെയ്യും. ദെൻ കമ്മിങ് ടു ദ ഗേൾസ്. യെസ്, നമ്മുടെ സമഞ്ജയ്ക്ക് ഇവിടെ ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബോയ്സിനെ കുറിച്ച് മാത്രമേ മിസ് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ആണോ സമജ്ഞ? ഓക്കെ, എന്നിട്ട് when we speak about the girls, for example, Miss is speaking about സമജ്ഞ. സമജ്ഞനെ കുറിച്ച് മിസ് പറയുമ്പോൾ this is സമജ്ഞ, she is my best friend. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. then this is her house അല്ലേ? സമജ്ഞയുടെ ഹൗസ് ചൂണ്ടിക്കാണിച്ചിട്ട് മിസ് പറയാണ്, this is her house. സമജ്ഞാസ് ഹൗസ് അല്ലേ? this is her house. ഞാൻ വീണ്ടും സമജ്ഞ യൂസ് ചെയ്യുന്നില്ല. ദിസ് ഈസ് ആദ്യം ഞാൻ പറഞ്ഞു അല്ലേ, സമജ്ഞനെ കുറിച്ച് മിസ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ദിസ് ഈസ് സമജ്ഞ, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ സമജ്ഞനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ദിസ് ഈസ് ഹെർ ഹൗസ്. അത് അവളുടെ വീടാണെന്ന് പറഞ്ഞു. ഓക്കെ, ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ UKG ക്ലാസ്സിലാണ്. UKG ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇത് മനസ്സിലാവുന്നുണ്ടെന്നും ഗ്രാസ്പ് ചെയ്യുന്നുണ്ടെന്നും മിസ്സിന് അറിയാം. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ, അടുത്ത വർഷം 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി തറോ. നിങ്ങൾ ഇതിനോട് നല്ല തറോ ആയി മാറും. നോ പ്രോബ്ലം. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേ. We use she to talk about a girl or a woman. നമ്മുടെ ഫിംഗർ വെക്കണേ, ഇത് വായിച്ചോ. She is Miss Paul. She, SHE. എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നേ? She. She is Miss Paul. She is my teacher. ഉണ്ടോ? അവിടെ ഒരു സാറല്ല, ടീച്ചറാ ഉള്ളത് അല്ലേ? അപ്പൊ അവര് ഷീ എന്ന് നമ്മള് പറയുന്നു. ഷീ ഈസ് മിസ് പോൾ, ഷീ ഈസ് മൈ ടീച്ചർ അല്ലേ? അപ്പൊ അവിടെ ഒരു ജെൻസിന്റെ പിക്ചറാ ഉള്ളെങ്കിൽ, ഒരു സാറാണ് അവിടെ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹി ഈസ് അല്ലേ? എന്നിട്ട് പറയും ഹി ഈസ് മൈ ടീച്ചർ എന്ന് പറയും അല്ലേ? ഇപ്പൊ അവിടെ ഒരു ലേഡി ആണുള്ളത് അല്ലേ? അതുകൊണ്ട് നമ്മൾ പറയാണ് ഷീ ഈസ് മിസ് പോൾ, ഷീ ഈസ് മൈ ടീച്ചർ. MY, മൈ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അല്ലേ? എൻ്റെ ടീച്ചറാണ്.
She teaches us English. Yes, ഞങ്ങളെ ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കുന്നത്. She teaches us English. ഉണ്ടോ? She യൂസ് ചെയ്തുണ്ടോ? She is Miss Paul. She is my teacher. She teaches us English. Okay. Then, when do we use her? Let's find out. She is Devi. That is her brother. മിസ് പറഞ്ഞു തന്നായിരുന്നു അല്ലേ? അവളുടെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ her യൂസ് ചെയ്യുന്നത്. അവളുടെ brother. She is Devi. That is her brother. She is Miss Paul. She is my teacher. നിങ്ങൾ വായിക്കണേ, മിസ് വായിച്ചു തരുമ്പോ. She teaches us English. She teaches എന്നല്ല, teaches എന്നുണ്ടല്ലേ? She teaches us English. She teaches us English. Then, she is Devi. That is her brother. She is Devi. That is her brother. ലക്ഷ്മി അഭിലാഷ് മോളെ, can you hear me? മോക്ക് മിസ്സിനെ കേൾക്കാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. കേൾക്കാന്ന് പറ മിസ്സിനോട്. മോളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. മിസ് കഴിഞ്ഞ ദിവസം മോളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? പേജ് നമ്പർ 18 എടുത്തേ മോളെ. മിസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, മിസ് കണ്ടില്ല അവിടെ. കുഞ്ഞിനെ വായിക്കാൻ കേൾക്കുന്നുണ്ടായിനി. മിസ് പറഞ്ഞു സ്റ്റെക്കായി. നേരത്തെ കേൾക്കുന്നുണ്ടായിനി, സൗണ്ട് കുറച്ച് കുറവാന്നേ ഉള്ളൂ. അതെ അല്ലേ? എന്നാ വായിച്ചോ മോളെ, പേജ് നമ്പർ 18. ലക്ഷ്മിക്കുട്ടി വായിച്ചോ. വായിക്ക്. Who is he? He is my friend. He lives near my house. His name is Jagan. His mother is a doctor. വെരി ഗുഡ്. നോക്കിയ മിസ്സിനെ ഇപ്പൊ സന്തോഷായോ ലക്ഷ്മിക്കുട്ടി? സന്തോഷായോ? അന്ന് വായിപ്പിക്കാൻ വേണ്ടിട്ട് കൈവൊക്കിന് മിസ് കണ്ടിട്ട. അതുകൊണ്ട് ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ ലക്ഷ്മിക്കുട്ടീനെ അന്വേഷിച്ചു വന്നേ. ഓക്കെ ലക്ഷ്മിക്കുട്ടി. ഓക്കെ. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും ഇനിയുണ്ടോ മക്കളെ? കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയി പോയിട്ടോ അങ്ങനെ വായിക്കാൻ പറ്റാതെ പോയി ഏതെങ്കിലും മക്കളുണ്ടോ? ലക്ഷ്മിക്കുട്ടിക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പൊ ലക്ഷ്മിക്കുട്ടി മിസ്സിന് വോയിസ് ക്ലിപ്പ് അയച്ചു. ആരെങ്കിലും ഉണ്ടോ? ജിയോണക്കുട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന് കണ്ടില്ലല്ലോ, അൺമ്യൂട്ട് ചെയ്തേ. എവിടെ പോയി കഴിഞ്ഞ ക്ലാസ്സില്? കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു? കണ്ടില്ലായിരുന്നല്ലോ ക്ലാസ്സില്. കേറിയായിരുന്നോ? ഓക്കെ, ജിയണക്കുട്ടി വായിച്ചോ. പേജ് നമ്പർ 18. Who is he? He is my friend. He lives near my house. His name is Jagan. His mother His mother is a doctor. Very good. Good girl.
Yes. Andros Gia Mole. Your video is off. Samakya Kuti, please unmute. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചവർ വായിക്കണ്ടേ, ഇതുവരെ വായിക്കാൻ കിട്ടാത്ത കുട്ടികളാണ്. വായിച്ചോ മോളെ, പേജ് നമ്പർ 18. ആയില്ല മോളെ, ഒന്നും കൂടി അഡ്മ്യൂട്ട് ചെയ്തേടാ. വായിച്ചോ. Who is he? He, okay. He Is is friend. He lives near my friend. near my house. Yes. His name. His name is Jahan. Yes. His mother is a daughter. Very good. Good girl. You read well. Thank you. Welcome. Okay. Yes. Now, please take your notebook. Please take our notebook. Okay. He is my friend. He is my friend. നിങ്ങൾ ഇനി ഒരു പേജ് മൊത്തം എഴുതണമെന്നില്ല മക്കളെ, പകുതി എഴുതിയാൽ മതി, പപ്പാതിയാക്കി എഴുതിയാൽ മതി കേട്ടോ. ഒരു പേജിന്റെ പകുതി ഇത് എഴുതുക, അതിന്റെ ബാക്കി അടുത്തത് എഴുതുക കേട്ടോ. ഒരു പേജ് ഫുള്ളി ഇനി എഴുതണ്ട, ഒരു സെന്റൻസ് ഒരു പേജിന്റെ പകുതി എഴുതിയാൽ മതി. ഇപ്പൊ ടോട്ടൽ 6 വരകൾ ഉണ്ടെങ്കിൽ 3 ലൈനിൽ എഴുതി അടുത്ത സെന്റൻസ് അടുത്ത 3 ലൈനിൽ എഴുതിയാൽ മതി. അത് പപ്പാതിയാക്കി എഴുതിക്കോ. Okay. He is my friend. His name is Jagan. ഓരോ സെന്റൻസ് മതി. His name is His name is Jagan. He is my friend. His name is Jagan. She is my teacher. She is my teacher. ആദ്യത്തെ 2 സെന്റൻസ് ഒരു പേജിലും ഓക്കെ ഹാഫ് ഹാഫ് എഴുതുക. നെക്സ്റ്റ് ഇനി തരുന്ന 2 സെന്റൻസുകൾ അടുത്ത പേജിൽ എഴുതുക. മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ? She is my teacher. She is my teacher.
That is her brother. That is her brother. You write in 2 pages only. Okay. He is my friend. His name is Jagan. She is my teacher. That is her brother. നിങ്ങൾക്ക് മിസ് ഇപ്പം തരാം. മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. അത് കഴിഞ്ഞ് വീണ്ടും അത് ഇട്ട് തരാം. ആൻഡ്രോസ് ജിയോ. നമ്മുടെ ടൈമും കഴിയാറാവുന്നുണ്ട്, അതുകൊണ്ടാണ്. ആൻഡ്രോസ് ജിയോ, ആരോമൽ, മുഹമ്മദ് സാദ്, അവേദ്യ, പി എസ്, സമജ്ഞ, സിയാൻ, ഇഷാൻ, ലക്ഷ്മി അഭിലാഷ്, കാശിനാഥ്, അലൻ ജോസഫ്, ക്രിസ്റ്റോ ജോൺ, ശ്രേഷ്ണ, അമ്ന, ധനലക്ഷ്മി, ഗോഡ്വിൻ, അർജുൻ, അഭിരാമി സജീദ്, ജസൽ ബിനു, ഗൗരിനന്ദ, എലോൺ, ഷൻസ, ജിയോണ, ഭാവയാമി, നൈജൽ, ക്രിസ്റ്റി ജോസഫ്, ഭാവിക, സർഗ, ദേവപ്രിയ, ഏഞ്ചൽ, മഹദിയ, അഗ്നീഷ്, ധ്യാൻ, ഷമീൽ, വൈഷ്ണവ്, നഹ്ല, ഫിയോണ, അനയ റോസ്, പാർവണ, ആദിനാഥ്, ജസ്വിൻ, ആദൽ സിറിൽ, അവിനാഷ് പ്രകാശൻ, ഷൻസ. ഓക്കെ, എല്ലാവരുടെയും പേര് വിളിച്ചില്ലേ? യെസ്, കംപ്ലീറ്റ് ആക്കോ? ഒത്തിരി കംപ്ലീറ്റ് ആക്കേ.
നമ്മുടെ ക്ലാസ് എപ്പോൾ വേണമെങ്കിലും കട്ടാവുമേ. നമ്മുടെ ക്ലാസ് എപ്പോൾ വേണമെങ്കിലും കട്ടാവും. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള സമയം കിട്ടും. He is my friend. His name is Jagan. She is my teacher. That is her brother. Okay, എഴുതി കഴിഞ്ഞോ നിങ്ങൾ? Did you finish writing? Cursive writing എഴുതണേ. Again, capital letter C. No, E അല്ലേ? Capital letter E. Okay. അപ്പോൾ എഴുതി കഴിഞ്ഞില്ലേ നിങ്ങൾ? Yeah. Did you all finish writing? Okay then. Okay then, bye. See you in the next class. Time finish ആയി. Okay. Okay, good. Vaishnav, miss kandu. Good.